നമ്മുടെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് സുവിൻ എസ് സോമശേഖരൻ എഴുതിയ പടമാണ് നടികർ. ഇപ്പോൾ കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ. ടോവിനോ തോമസ്, നമ്മുടെ സ്വന്തം സൗബിൻ ഷാഹിർ, ദിവ്യ പിള്ളൈ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഷൈൻ ടോം ചാക്കോ, ഇന്ദ്രൻ സേട്ടൻ, അനൂപ് മേനോൻ, ഭാവന, കുറേ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. സിനിമാറ്റോഗ്രഫി ആൽബി. സിനിമാറ്റോഗ്രഫി വാസ് ഓസം. നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി. എഡിറ്റിങ്ങും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. രതീഷ് രാജാണ്. മ്യൂസിക് യഷ്കൻ ഗാരി പെരേര, പിന്നെ നേഹ നായർ. മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു അവിടെ. ഇനി പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോവിനോട് ആക്ടിങ് എനിക്ക് പണ്ടേ വലുതായിട്ട് ഇഷ്ടമല്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എബോ ആവറേജ് എന്ന് പറയാം. സൂപ്പർ പടമൊന്നും പറയാൻ പറ്റത്തില്ല. ടോവിനോ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് നിവിനാണ് കൂടുതലും നാച്ചുറൽ ആക്ടറായിട്ട് തോന്നിയിട്ടുള്ളത്. ടോവിനോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്ക് അങ്ങോട്ട് ആ ഒരു പെർഫെക്ഷനിസ്റ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ടോവിനോട്. ഭാവന എന്തിനായി പടത്തിലെടുത്തതിന് ഒരു പിടിയും കിട്ടുന്നില്ല. ആൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഈ പടത്തിനകത്തില്ല. ഒരു നോർമൽ ആക്ട്രസ്സായിട്ട് കാണിച്ചിട്ടുണ്ട്, ബസ്. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സോബിൻ. ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ബോറടിക്കും, നിങ്ങൾക്ക് വരെ ബോറടിക്കും. നിങ്ങൾ ഷാറുഖ് ഖാൻ്റെ ഓം ശാന്തി ഓം കണ്ടിട്ടുണ്ടെങ്കിൽ അതേ സെയിം ഒരു ടൈപ്പ് സ്റ്റോറിയാണ് ആക്ച്വലി. അതായത് ഒരു ആക്ടർ ആകുന്നു, പക്ഷേ അതൊരു പുനർജന്മം. ഇത് ഒരു അനാഥനായ നമ്മുടെ ടോവിനോ, ഞാൻ സ്പോയിലർ പറയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. ഒരു ആക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം, ആ ആക്ടർ മെത്തേഡ് ആക്ടർ എങ്ങനെ ആകുന്നത്, അതിനെക്കുറിച്ചുള്ള പടമാണ്. സോബിൻ വന്നതിന് ശേഷം ഇറ്റ് വാസ് ഓസം. സോബിൻ 1-2 സീൻസിൽ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടച്ച് ചെയ്തിരുന്നു. ഓവറോൾ ഒരു പടം കണ്ടുകൊണ്ടിരിക്കാം. എബോ ആവറേജ് പടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. കൂടുതൽ ഞാൻ പടത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.